എൻ്റെ പേര് അജിൽ. ഞാൻ വൈപ്പിലോട്ട് വകയിൽ നിന്ന് വരുന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. 2013-2014 വർഷത്തേക്കുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. എൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എന്നെ അമൽജ്യോതി കോളേജിൽ നിന്ന് വിളിച്ചു. ഞാൻ ആഗ്രഹിച്ചിരുന്ന അമൽജ്യോതി കോളേജാണ് കോഴ്സ് സിവിൽ എഞ്ചിനീയറിംഗും. അപ്പോൾ അമൽജ്യോതി കോളേജിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു സിവിൽ എഞ്ചിനീയറിംഗ് ഒഴിച്ച് വേറെ ഏത് കോഴ്സ് വേണം തരാം, സിവിലും മെക്കാനിക്കലും ലഭിക്കാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് തന്നെ മതി, എൻ്റെ വീട്ടിലുള്ളവർക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും വിഷമമായി. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പം പറഞ്ഞു ഇവിടെ ഒന്ന് സാക്ഷ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈശോയോട് പറയുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ സാക്ഷ്യം പറ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അത് വേണ്ട, നീ തന്നെ സാക്ഷ്യം പറയണം, കാരണം നിന്റെ പ്രായത്തിലുള്ള പല പിള്ളേരും ഇങ്ങോട്ട് സാക്ഷ്യങ്ങളൊന്നും പറയുന്നില്ല, അപ്പം നീ അവർക്കൊരു പ്രചോദനമാകണം, അങ്ങനെ പറയാതെ ഒരു റീസൺ നീ ആകണം. അങ്ങനെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവസാന ദിവസം അഡ്മിഷൻ പ്രോസസ്സിന്റെ അവസാന ദിവസം കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഗവൺമെന്റ് കോട്ടയുടെ അലോട്ട്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരേ ഒരു സീറ്റ് ബാക്കി വന്നു. അവിടെ ഉള്ളവർക്ക് തന്നെ അത്ഭുതമായിരുന്നു എങ്ങനെ ഈ സീറ്റ് വന്നെന്നുള്ളത്. ബാക്കിയുള്ള പല കോഴ്സുകൾക്ക് എനിക്ക് തരാമെന്ന് പറയാൻ പല കോഴ്സിന്റെ സീറ്റും ഇല്ലായിപ്പോയി. എന്നിട്ട് പോലെ സിവിൽ എഞ്ചിനീയറിംഗിന് മാത്രം ഒരു സീറ്റ് ബാക്കി വന്നു. ആ സീറ്റ് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പപ്പ ചോദിച്ചപ്പോൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എനിക്ക് പൂർണ്ണ വിശ്വാസം, ഞാൻ ഇവിടെ സ്വന്തം സാക്ഷ്യം പറയാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതിന്റെ ഒരൊറ്റ കാരണത്താലാണ് എനിക്ക് സീറ്റ്, അല്ലാതെ വേറൊരു കാര്യം കാണുന്നില്ല. അതിനുള്ള അർഹതയില്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് ഒരായിരുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാമേ. കൊച്ചുമുടക്കൻ ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഏറ്റെടുത്തപ്പോൾ എന്നെപ്പോലുള്ള യുവാക്കൾ സാക്ഷ്യം പറയണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് എളിമയോടുകൂടി അത് സമ്മതിച്ച് സാക്ഷ്യം പറയാനുള്ള മനസ്സ് കാണിച്ചപ്പോൾ അസാധ്യമെന്ന് പലരും കരുതിയത് സാധ്യമാക്കിയ ദൈവത്തിന് ഈ കൊച്ചുമുടക്കനോടൊപ്പം ലോകം മുഴുവനുള്ള യുവാക്കളും യുവതികളും ദൈവത്തിൻ്റെ ആ ശക്തിയെ എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നവന് ഈശോയുടെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുവാനും സാക്ഷ്യം പറയുവാനുമുള്ളതായ ആ ഒരു ധൈര്യം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.